മുരുകന്റെ പ്രതിഷ്ഠയുള്ള ഹിന്ദു ക്ഷേത്രമാണ് വടപളനി ആണ്ടവർ ക്ഷേത്രം. തമിഴ്നാട്ടിലെ ചെന്നൈയിലാണ് വടപളനി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 1920കളിൽ ക്ഷേത്രം നവീകരിക്കുകയും അക്കാലത്ത് ഒരു രാജഗോപുരം നിർമ്മിക്കുകയും ചെയ്തു. സിനിമാതാരങ്ങളുടെ രക്ഷാകർതൃത്വം മൂലം ക്ഷേത്രത്തിന്റെ പ്രശസ്തി വർദ്ധിച്ചു. മുരുകന്റെ തീവ്രഭക്തനായ അന്നസ്വാമി നായകർ ദൈവത്തിന്റെ ഛായാചിത്രം സൂക്ഷിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരു ഓലമേഞ്ഞ കുടിലായിട്ടാണ് ക്ഷേത്രം ആദ്യം ആരംഭിച്ചത്. 1890-ൽ ഓലമേഞ്ഞ കുടിലിന്റെ അതേ സ്ഥലത്താണ് ക്ഷേത്രം പണിതത്. ക്ഷേത്രത്തിന്റെ സ്ഥാപകനും ആദ്യത്തെ പൂജാരി അദ്ദേഹമായിരുന്നു. അന്നസ്വാമി നായകരുടെ വാക്കുകളിൽ സത്യം ഉൾക്കൊണ്ടിരുന്നതിനാൽ അരുൾവാക്കും സംഭവങ്ങൾ മുൻകൂട്ടി പറയാനുള്ള കഴിവും കാരണം വടപളനി ക്ഷേത്രം പ്രസിദ്ധമായി. വിദ്യാഭ്യാസം, പരീക്ഷകളിലെ പരാജയം, വിവാഹ പ്രശ്നങ്ങൾ, അസുഖങ്ങൾ, തൊഴിലില്ലായ്മ തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് അദ്ദേഹത്തിന്റെ വിശുദ്ധ വചനങ്ങൾ ഫലപ്രദമായ പരിഹാരങ്ങൾ നൽകുമെന്ന് ഭക്തർ വിശ്വസിച്ചു. അന്നസ്വാമി നായകരുടെ ശിഷ്യനായ രത്നസ്വാമി ചെട്ടിയാർ പാരമ്പര്യം തുടർന്നു. അരുൾവാക്കിന്റെ അതേ ദിവ്യശക്തിയും കഴിവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. 1920-ൽ ഈ ക്ഷേത്രം പുനരുദ്ധാരണത്തിന് വിധേയമായി. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഭക്തജനങ്ങൾ വൻതോതിൽ ക്ഷേത്രത്തിലേക്ക് ഒഴുകുന്നു. 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ മുരുകന്റെ കടുത്ത ഭക്തനായ അന്നസ്വാമി നായകരാണ് ഈ ക്ഷേത്രം പണികഴിപ്പിച്ചത്. മുരുകന്റെ കടുത്ത ഭക്തനായിരുന്ന അദ്ദേഹം ഒരു ചെറിയ ഓലമേഞ്ഞ ഒരു കുടിലിലാണ് താമസം. അതിൽ മുരുകന്റെ ഛായാചിത്രം വച്ച് ആരാധിക്കാൻ തുടങ്ങി. കഠിനമായ ഉദരരോഗം ബാധിച്ചെങ്കിലും മോശം കാലാവസ്ഥയെയും കള്ളന്മാരെയും തരണം ചെയ്ത് അദ്ദേഹം എല്ലാ മുരുകൻ ക്ഷേത്രങ്ങളും സന്ദർശിച്ച് തീർത്ഥാടനം നടത്തി. ഒരു ദിവസം ഒരു മുനി അവന്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുകയും സ്വന്തം ഭവനത്തിൽ ദൈവത്തെ അന്വേഷിക്കാൻ പറഞ്ഞു. അതായത് മുരുകനെ ആരാധിക്കാനായി തന്റെ ഓലമേഞ്ഞ കുടിലിൽ തന്നെ മുരുകനുണ്ട് എന്ന് പറഞ്ഞു. അന്നസ്വാമി നായകർ തന്റെ ഓലമേഞ്ഞ കുടിലിൽ മുരുകനു പൂജകൾ അർപ്പിക്കാൻ തുടങ്ങി. പഴനിയിലെ ഒരു മുനിയുടെ വാക്കിൽ അദ്ദേഹം തിരുട്ടണി സന്ദർശിക്കുകയും കത്തികൊണ്ട് നാവിന്റെ ഒരു ഭാഗം മുറിച്ച് മുരുകനു സമർപ്പിച്ച് മുരുകനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. മടങ്ങിയെത്തിയപ്പോൾ അവന്റെ അസുഖങ്ങൾ അപ്രത്യക്ഷമായി. ഒരു ദിവസം അദ്ദേഹം പഴനി ക്ഷേത്രത്തിലോട്ട് കാൽനടയായി യാത്ര നടത്തി. പഴനി ക്ഷേത്രം സന്ദർശിക്കുക എന്നത് അദ്ദേഹത്തിന്റെ ആഗ്രഹമായിരുന്നു. സ്വപ്നം പൂർത്തീകരിച്ചു. ദൈവത്തിന്റെ ദർശനം കഴിഞ്ഞ് അദ്ദേഹം പടികളിറങ്ങുമ്പോൾ മുരുകന്റെ മനോഹരമായ ഒരു ചിത്രം അദ്ദേഹത്തിന്റെ ശ്രദ്ധ ആകർഷിച്ചു. ചിത്രം വാങ്ങാൻ അയാളുടെ കയ്യിൽ പണമില്ലായിരുന്നു. അടുത്ത ദിവസം കടയുടമ മുരുകൻ തന്റെ സ്വപ്നത്തിൽ വന്ന് പെയിന്റിംഗ് നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് അന്നസ്വാമിക്ക് ചിത്രം കൊണ്ടുവന്നു കൊടുത്തു. അണ്ണാസ്വാമി ഈ വിലയേറിയ സ്വത്ത് ചെന്നൈയിലെ തന്റെ ഓലമേഞ്ഞ കുടിലിലേക്ക് കൊണ്ടുപോയി. കുടുംബത്തോട് മറ്റൊരിടത്തേക്ക് മാറി താമസിക്കാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം അവിടെ തന്റെ പൂജകൾ ആരംഭിച്ചു. പൂജാവേളയിൽ സത്യങ്ങൾ സംസാരിക്കാനും മറ്റു ഭക്തരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും തുടങ്ങിയ ഒരു ദൈവിക ശക്തി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. ദൈവിക ശക്തി തന്റെ ശരീരത്തിൽ പ്രവേശിക്കുന്നതും പിന്നീട് സത്യമെന്ന് കണ്ടെത്തിയ അത്ഭുതകരമായ കാര്യങ്ങൾ സംസാരിക്കാൻ പ്രേരിപ്പിക്കുന്നതും അദ്ദേഹം അനുഭവിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകൾ അരുൾവാക്ക് എന്ന പേരിൽ അറിയപ്പെട്ടു. ആളുകൾക്ക് രോഗശമനം, ജോലി, വിവാഹം എന്നിങ്ങനെ പലവിധത്തിൽ ആശ്വാസമേകുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ പിൻഗാമിയായ രത്നസ്വാമി ചെട്ടിയാർ നായകരുടെ ആഗ്രഹം അന്നസ്വാമി അംഗീകരിച്ചു. താൻ നിർമ്മിച്ച കുടിലിൽ അദ്ദേഹം ആരാധന തുടർന്നു. തന്റെ അന്ത്യം അടുത്തതായി തോന്നിയപ്പോൾ താൻ ആരാധിക്കുന്ന പെയിന്റിംഗിന്റെ ഭക്തിപ്രവർത്തനങ്ങൾ തുടരാൻ തന്റെ പിൻഗാമിയായ രത്നസ്വാമിയെ ഏൽപ്പിച്ചു. അദ്ദേഹം ഈ പ്രവർത്തനങ്ങൾ തുടർന്നു. വിചിത്രമെന്നു പറയട്ടെ, രത്നസ്വാമി തന്റെ ഗുരുവിനോട് വാഗ്ദാനം ചെയ്തതുപോലെ ഒരു ചെറിയ ശ്രീകോവിൽ നിർമ്മിച്ച് പൂജിച്ച ശേഷമാണ് അരുൾവാക്ക് നൽകാൻ തുടങ്ങിയത്. പൊതുജനങ്ങൾ നൽകിയ പണം കെട്ടിട നിർമ്മാണത്തിനാണ് വിനിയോഗിച്ചത്. എന്നാൽ അത് പൂർത്തിയാകുന്നതിന് മുമ്പ് രത്നസ്വാമിയും അന്തരിച്ചു. തന്റെ മുൻഗാമികളെപ്പോലെ അരുൾവാക്കിൽ നിന്ന് ലഭിച്ച പണം കൊണ്ടാണ് മറ്റൊരു സ്വാമി കെട്ടിട നിർമ്മാണ പദ്ധതി ഏറ്റെടുത്തത്. നിർഭാഗ്യവശാൽ അദ്ദേഹവും മരിച്ചു. പിന്നീട് ആ ലളിതമായ കുടിലിനെ ഒരു മികച്ച ആത്മീയ വാസസ്ഥലമാക്കി രൂപാന്തരപ്പെടുത്തിയ ചില മനുഷ്യസ്നേഹികൾ രംഗത്തെത്തി. നിർമ്മാതാക്കളിൽ പ്രശസ്ത ശൈവപ്രവക്ത കൃപാനന്ദ വാര്യരുടെ പേരാണ് ഒന്നാം സ്ഥാനത്ത്. അങ്ങനെ ഈ മഹത്തായ മുരുകക്ഷേത്രം ഉയർന്നുവന്നു. ഇപ്പോൾ വർഷം മുഴുവനും തീർത്ഥാടകരുടെ സ്ഥിരമായ പ്രവാഹം വരക്കുന്ന ഒരു വലിയ ക്ഷേത്രം. വിശാലമായ മുറ്റത്ത് വരസിദ്ധി വിനായകൻ, ചൊക്കനാഥർ, അമ്മ പാർവതി, കാളി, ഭൈരവൻ, വള്ളിയും ദേവസേനയുമുള്ള ഷൺമുഖൻ തുടങ്ങി നിരവധി സന്നിധികളുണ്ട്. നിൽക്കുന്ന ഭാവത്തിലുള്ള മൂലവർ എല്ലാ അർത്ഥത്തിലും പഴനി മുരുകനോട് സാമ്യമുള്ളതാണ്. അകത്തെ പ്രാകാരത്തിൽ ദക്ഷിണാമൂർത്തി, ചണ്ഡീകേശ്വരൻ, മഹാലക്ഷ്മി തുടങ്ങിയവർ ഉൾപ്പെടുന്ന നിരവധി സ്ഥലങ്ങളുണ്ട്. വിവാഹങ്ങൾക്കും മതപ്രഭാഷണങ്ങൾക്കും ഉപയോഗിക്കുന്ന വിശാലമായ ഹാൾ ഇവിടെയുണ്ട്. ചെന്നൈ നഗരത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന ആരാധനാലയങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. പഴനി ക്ഷേത്രത്തിൽ തീർത്ഥാടനം നടത്താൻ കഴിയാത്ത ആളുകൾക്ക് തങ്ങളുടെ വഴിപാടുമായി വടപളനി ക്ഷേത്രത്തിൽ ദർശനം നടത്താമെന്ന വിശ്വാസം ഇവിടെ ശക്തമാണ്. പഴനിയിലെ പോലെ തന്നെ പഴനിയാണ്ടവർ തന്റെ അനുഗ്രഹത്താൽ ഭക്തരെ ചൊരിയുന്നു. മുരുകന്റെ കൃപ ഭക്തർക്കുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നു. ഭക്തർ ഈ ക്ഷേത്രത്തിന്റെ ശക്തിയിൽ വിശ്വസിക്കുന്നു. ഈ ക്ഷേത്രത്തിൽ മാത്രമേ മുരുകനെ പാദരക്ഷകൾ ധരിച്ചിരിക്കുന്നതായി കാണാൻ കഴിയൂ. തന്റെ ഭക്തരെ സഹായിക്കാനുള്ള തിരക്കിലാണെന്ന് സൂചിപ്പിക്കാൻ ഇടതുകാൽ മുന്നോട്ട് വച്ചുകൊണ്ട് നിൽക്കുന്ന ഭാവത്തിൽ മുരുകനെ കാണാം. ഭക്തർ വെള്ളിയും സ്വർണവും വഴിപാടായി സമർപ്പിക്കുന്നു. ചിലർ ശരീരത്തിൽ ശൂലം കൊണ്ട് കുത്തുന്നു. സാരി അർപ്പിക്കുന്നു.
പ്രത്യേക പ്രാർത്ഥനയായി അവർ പാൽ കാവടിയും പുഷ്പകാവടിയും എടുക്കുന്നു. ഭക്തർക്ക് അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ സഹായിക്കുന്നതിനാണ് ഈ ക്ഷേത്രം പ്രസിദ്ധമായത്. വിവാഹത്തിന് അനുയോജ്യമായ സ്ഥലമായി കണക്കാക്കപ്പെടുന്നതിനാൽ പ്രതിവർഷം 7000 വിവാഹങ്ങൾക്ക് ഈ ക്ഷേത്രം സാക്ഷ്യം വഹിക്കുന്നു. ക്ഷേത്രത്തിലെത്താൻ വിവിധ ഗതാഗത മാർഗങ്ങളിലൂടെ യാത്രക്കാർക്ക് സൗകര്യപ്രദമായി തമിഴ്നാടിന്റെ തലസ്ഥാന നഗരത്തിലെത്താം. ചെന്നൈ എഗ്മോർ ട്രെയിൻ നഗരത്തെ വിവിധ ഭാഗങ്ങളിലേക്ക് ബന്ധിപ്പിക്കുന്നു. ചെന്നൈ വിമാനത്താവളം ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളിൽ ഒന്നാണ്. സ്വകാര്യ ബസ്സുകളും സർക്കാർ ബസ്സുകളും നഗരത്തിൽ നിന്ന് മറ്റു ഭാഗങ്ങളിലേക്ക് നിരവധി ബസ്സുകൾ ഓടിക്കുന്നു. കോയമ്പേട് മൊഫ്യൂസിൽ ബസ് ടെർമിനലിലെ CMB-80 നിന്ന് ബസ് കയറാം. കൂടാതെ വിവിധ ഇലക്ട്രിക് ട്രെയിനുകൾ, ലോക്കൽ ബസ്സുകൾ, മെട്രോകൾ എന്നിവ നഗരത്തിന്റെ എല്ലാ കോണുകളിലും എത്തുന്നതിനാൽ ചെന്നൈക്കുള്ളിലെ യാത്ര വളരെ സൗകര്യപ്രദമാണ്. കോയമ്പേടിനും അശോക് നഗറിനുമിടയിൽ വടപളനിയിലാണ് അരുൾമികു വടപളനി മുരുകൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 11 കിലോമീറ്ററും വിമാനത്താവളത്തിൽ നിന്ന് ഏകദേശം 12 കിലോമീറ്ററും അകലെയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നോ ബസ് സ്റ്റാൻഡിൽ നിന്നോ എയർപോർട്ടിൽ നിന്നോ ക്ഷേത്രത്തിലെത്താൻ ഒരു ടാക്സിയോ, ക്യാബ് അല്ലെങ്കിൽ ഓട്ടോറിക്ഷ എന്നിവ തിരഞ്ഞെടുക്കാം.